എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. വളരെ ഹൃദ്യതയോടുകൂടി ഈശോ നമ്മോട് സംസാരിച്ച ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തെയും നോയമ്പ് കാലത്തെയും കണക്കിലെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് ഉപദേശം നൽകിയത് അനുതാപത്തിൻ്റെ അവസരത്തിനൊത്ത് നിങ്ങൾ ഉയർന്ന് ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കേണ്ട ഒരു കാലമാണിത്. കർത്താവേ, മക്കൾ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. ഈശോ നിന്റെ തിരുമുറിവാകുന്ന വലത് കരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഉച്ച മുതൽ ഉള്ളംകാല് വരെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് രക്തം പടർന്നിറങ്ങട്ടെ. മാർഗരോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. പിൻകഴുത്തിലെ വേദന, സ്പോണ്ടിലോസിസ്, കർത്താവെ, പിൻകഴുത്തിലും മുഴ പോലെ ഇരിക്കുന്ന സ്ത്രീയെ കർത്താവ് സുഖപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ ചൊരിയണമേ. കർത്താവിൻ്റെ ശക്തി, ആന്തരിക അവയവങ്ങൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച രോഗികൾ അവരുടെ ഓപ്പറേഷൻ മാറ്റിവെക്കുന്നതായിട്ടും വേണ്ടെന്ന് പറയുന്നതായിട്ടും ഈശോ കാണിക്കുന്നുണ്ട്. 8 പേരെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 8 പേരെ കാണിക്കുന്നുണ്ട്. കർത്താവ്, തളർന്നുപോയ കൈകൾ, ബ്ലോക്കായിട്ടുള്ള ശ്വാസകോശങ്ങൾ, കർത്താവ് പതിര, ചുരുങ്ങുന്ന പതിര, വലുതാകുന്ന ഷ്രിങ്ക് ചെയ്യുന്ന കിഡ്നികൾ, ചെറുതാകുന്ന കിഡ്നികൾ, ചെറുതാകുന്ന ശ്വാസകോശങ്ങൾ, കർത്താവ് ശരീരത്തിലെ ബ്ലോക്കുകൾ, സിസ്റ്റുകൾ, കർത്താവ് തലച്ചോറിൻ്റെ ബ്ലോക്കുകൾ, കർത്താവ് അങ്ങനെ തിരുസരി സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ 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 സ്പർശിക്കണമേ. കർത്താവ്, മാർഗരോഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ, അസുഖങ്ങൾ, സോറിയാസിസ് അസുഖങ്ങൾ, കർത്താവ് 2 പേര് കർത്താവ് മരണക്കിടക്കയിൽ നിന്ന് കർത്താവ് അങ്ങ് സംരക്ഷിക്കുന്ന നന്ദി പറഞ്ഞ കർത്താവ്. തൊണ്ടയിലെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൊണ്ടയിലെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, ഉദരത്തിൽ കല്ലുപൊടി രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ യേശുവിൻ്റെ വിശുദ്ധ രക്തത്താലും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ദൈവപിതാവേ, നിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ സന്തോഷമായിരിക്കണം. കർത്താവ് ഇത്രയും വചനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിലനിൽപ്പിൻ്റെ വരമാണ് ഈശോ നൽകിയത്. അനുതാപിക്കുന്ന ആൾക്കാരെ കർത്താവ് പലതായിട്ട് തിരിച്ചു. ആവശ്യമില്ലാത്തവരുണ്ട്, ആവശ്യമുള്ളവരുണ്ട്, ആവശ്യമുള്ളവർക്ക് അവസരമുള്ളവരുണ്ട്, അവസരമില്ലാത്തവരുണ്ട്. ഇതെല്ലാം കർത്താവ് തിരിച്ചത് അർച്ചാലയെന്നുകൊണ്ടാണ് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അനുതാപത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ഒത്തിരിയേറെ മക്കൾ ഭൗതികമായ സാഹചര്യത്തിൽ ഞെരുങ്ങുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലത്തിൽ വസ്തുക്കൾ വെച്ചു പോയവരുണ്ട്, കർത്താവ് വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാതെ തോറ്റുപോയവരുണ്ട്, പരീക്ഷയ്ക്ക്
പണം കൊടുത്ത് കിട്ടാത്തവരുണ്ട്, പണം കൊടുക്കാൻ ഇല്ലാത്തവരുണ്ട്, തിരിച്ചു പോരാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ. നാട്ടിൽ തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ട്, നാട്ടിൽ തൊഴിലിൻ്റെ പരീക്ഷ എഴുതിയവരുണ്ട്, അതുപോലെ തന്നെ വിവാഹ തടസ്സമുള്ളവരുണ്ട്, വിവാഹത്തിന് മക്കളില്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഉറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, കലഹങ്ങളുള്ള വീടുകളുണ്ട്, അയൽവാസികൾ ഭിന്നതയുള്ള വീടുണ്ട്, കേസുള്ള വീടുകളുണ്ട്. എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ വിടുതൽ പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അമ്മയുടെ നാമം മഹത്വപ്പെടുവാൻ കരുണയാകട്ടെ. നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ, നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഒക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെയും മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകടക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശ്വാസത്തെയും പ്രത്യാശയും ദൈവസ്നേഹത്തെയും ഊതിക്കത്തിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ, കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ